أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة നമസ്കാരം. റമദാനിലെ ദിനരാത്രങ്ങളിൽ പരിശുദ്ധ ഖുർആൻ 4 പ്രാവശ്യം ഓതി വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും മാതൃകയെ 15-കാരനും മദ്രസയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അസ്ലം സിദാന് അഭിനന്ദനങ്ങളുടെ പ്രവാഹം. ജെറ്റൻസ് റമദാൻ സ്പെഷ്യൽ പരിപാടിയുടെ ഭാഗമായി അസ്ലമിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. മുപ്പത്തരം ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായ അസ്ലമിന്റെ ഖുർആൻ പാരായണം നേരിൽ കണ്ട പ്രവാസിയും വ്യവസായിയുമായ ശ്രീ നവാസ് പതുവന 10,000 രൂപയും മറ്റ് സമ്മാനങ്ങളും നൽകി ആദരിച്ചു. റിഫായിയ മസ്ജിദിൽ നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് അബ്ദുള്ള പള്ളത്താൻ അധ്യക്ഷത വഹിച്ചു. പ്രസ് സെക്രട്ടറി സബീർ, നാസർ തുടങ്ങിയവരും റിഫായിയ മസ്ജിദ് ഇമാം അംജദ് ഹുസൈനിയും ആലുവ മസ്ജിദ് ചീഫ് ഇമാം അലിയാർ കാസിമിയും സംബന്ധിച്ചു. ഖുർആൻ ഇറങ്ങിയ ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ നമുക്ക് നമ്മുടെ മുഅ്മിനീങ്ങൾക്ക് ഓരോ ആളുകൾക്കും ചെയ്യാൻ കടമയായിട്ടുള്ള ഒരു കർമ്മമാണ് അല്ലെങ്കിൽ അമലാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. ഈ പാരായണം ഓരോ മുഅ്മിനും ഒരു ഖതമെങ്കിലും ചുരുങ്ങിയത് ഓതൽ പതിവുള്ളതാണ്. ഏറിപ്പോയാൽ 2 ഖതമെങ്കിലും നമുക്ക് ഓതാൻ സാധിക്കും. എന്നാൽ നമുക്കും നമ്മുടെ നാടിനും എലൂക്കര എന്ന ഒരു പ്രദേശത്തെ അഭിമാനം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എലൂക്കര റിഫായിയ മസ്ജിദിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അസ്ലം സിദാൻ എന്ന ഈ ഒരു വിദ്യാർത്ഥി നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ ഖുർആൻ ഹത്തം തീർക്കുക എന്നുള്ളതൊക്കെ ശരിക്കും പറയാൻ പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പം അത് എങ്ങനെ ഓതാൻ എന്താ ഒരു കാരണം ഉണ്ടായത്? വെറുതെ ഓതി തുടങ്ങിയതാണ്. പിന്നെ 15 ദിവസം കൊണ്ട് 2 ഖത്തം പൂർത്തിയാക്കി. പിന്നീട് സമയമുള്ളത് കൊണ്ട് ഓതി 4 ഖത്തം തീർത്തു. അത് ഓതി കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? സന്തോഷം തോന്നി. ചുരുങ്ങിയ സമയം കൊണ്ട് 4 ഖത്തം പൂർത്തിയാക്കിയതുകൊണ്ട് സന്തോഷം തോന്നി. അപ്പൊ ഈ ഓതി കഴിഞ്ഞിട്ട് എന്തോ പാരിതോഷികമൊക്കെ കിട്ടിയല്ലോ, അതിലൊക്കെ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ബഹുമാനപ്പെട്ട നവാസ്ക ക്യാഷ് പ്രൈസ് ആയിട്ട് 10,000 രൂപ തന്നു. പിന്നെ ഒരു ഖുർആനും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ തന്നു. എന്തായാലും വളരെ സന്തോഷത്തിലാണ്. വീട്ടിലെന്താ പറയണേ? വാപ്പ ഉമ്മയൊക്കെ സന്തോഷത്തിലാണ് എല്ലാവരും. ഹാഫിളാവാനും അതിനുള്ള പ്രേരണ ഹാഫിളാവാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അല്ലേ? അസ്ലം സദാനെ പോലെ നമ്മുടെ കുട്ടികളുമൊക്കെ പള്ളിയുമായി അടുക്കുകയും ഒപ്പം തന്നെ മദ്രസയിൽ പഠിക്കുകയും ചെയ്തുകൊണ്ട് ഇതുപോലെ ഖുർആൻ പാരായണത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും ശോഭിക്കാൻ വേണ്ടി പള്ളിയും മദ്രസയുമായി അടച്ചു നിൽക്കണം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യമാണ്. ഞങ്ങൾ ശ്രമിക്കുന്ന രക്ഷാകർത്താക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ 5ലും 7ലും പഠിത്തം നിർത്താതെ വളരെ നിർബന്ധമായി ഏറ്റവും ചുരുങ്ങിയത് 12ാം ക്ലാസ് വരെ ഹയർ സെക്കൻഡറി മദ്രസ ഇന്ന് നമ്മുടെ പ്രദേശത്ത് എല്ലായിടത്തുമുണ്ട്. 12ാം ക്ലാസ് വരെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ എല്ലാവരും തയ്യാറാവുക. എങ്കിൽ മാത്രമേ അവർ ദീനായിട്ടും സാമൂഹികമായിട്ടും ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇന്നത്തെ ഏറ്റവും വലിയ മാരകമായ ലഹരി പോലെയുള്ള വിഷയങ്ങളിൽ നിന്നും നമ്മുടെ സമുദായത്തെയും നമ്മുടെ കുട്ടികളെയും രക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും 5ലും 7ലും അതായത് 10 വയസ്സിലും 12 വയസ്സിലും മദ്രസ പഠനം നിർത്തി പുറത്തേക്ക് പോകുന്ന കുട്ടികൾ ഒരിക്കലും മദ്രസയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും മദ്രസയുടെ അപാകതയല്ല അത്. 5 വയസ്സിലും 10 വയസ്സിലും അല്ലെങ്കിൽ 10 വയസ്സ് 12 വയസ്സെന്ന് പറയുന്നത് കുട്ടികൾ ദീൻ പഠിച്ചു തുടങ്ങുന്ന സമയമാണ്. അവന് നിസ്കാരം നിർബന്ധമാകുന്ന സമയം 10 വയസ്സാകുമ്പോഴാണ് അവനെ തല്ലിപ്പഠിപ്പിക്കാൻ ദീൻ അനുവദിക്കുന്നുള്ളൂ.
പക്ഷേ ആ 10ാമത്തെ വയസ്സിൽ കുട്ടി മദ്രസയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. പിന്നെയുള്ള കൂട്ടുകെട്ടുകൾ വേറെ പലതുമാണ്. അതുകൊണ്ട് ഒരിക്കലും മദ്രസകളെയോ അല്ലെങ്കിൽ അതുമായി ദീനിനെ പഠിപ്പിക്കുന്ന അധ്യാപകരെയോ അതല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെൻറ്റുകളെയോ ഒന്നും കുറ്റം പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമല്ല. അതുകൊണ്ട് കുട്ടികൾ ഒരു 18 വയസ്സ് വരെയെങ്കിലും പ്രായപൂർത്തിയാകുന്നതുവരെ മദ്രസയും പള്ളിയുമായി നിർബന്ധമായും അടുത്തു നിൽക്കലാണ് ഇതിനുള്ള പരിഹാരം എന്ന് റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്രം.